സിനിമയുടെ തുടക്കത്തിൽ കൊച്ചുമൃഗങ്ങൾ സംഘം ചേർന്ന് കാടിനുള്ളിലൂടെ നടക്കുകയാണ്. ഇവരെല്ലാം ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഈ ക്യാമ്പിന്റെ കൗൺസിലറായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സിഡാണ്. സിഡ് അവരെ പല പല കാര്യങ്ങൾ കാണിച്ചും പാട്ടുപാടിയും എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കുട്ടികളിൽ ഇതെല്ലാം ബോറിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിനിടയിൽ കുട്ടികൾ ഒരു കുളം കാണുകയും അതിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിഡ് അങ്ങോട്ട് ചെന്ന് മീനുകളെ പിടിക്കാൻ മീനുകളെ അനുകരിക്കണമെന്നും മറ്റും പറഞ്ഞ് കുളത്തിലിറങ്ങിയപ്പോൾ ഒരു വലിയ മീൻ സിഡിനെ പകുതി വിഴുങ്ങുകയാണ്. സിഡിന്റെ സാധാരണ കോമഡി പീസെല്ലാം ഈ ഭാഗങ്ങളിൽ വളരെ മികവോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നൈറ്റ് ക്യാമ്പിംഗ് സമയത്ത് സിഡ് കുട്ടികൾക്കായി ഒരു സ്കൈറിയായ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടികൾ പേടിച്ചോടുന്നത് കണ്ട സിഡ് തന്റെ കഥ കേട്ടാണെന്ന് കരുതി തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിലെ പാറക്കെട്ടിൽ ഒരു ഭീകരജീവിയുടെ നിഴൽ കണ്ട് പേടിക്കുകയാണ്. എന്നാൽ അത് സ്ക്രാറ്റ് ഉറക്കമെണീറ്റ് വരികയാണെന്നറിയുമ്പോൾ ഈ സീനിൽ ചിരി പടരുന്നു. പിറ്റേന്ന് സിഡ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് അവൻ ഈ പ്രകൃതിയുടെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൂ പറിക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് അടുത്തുള്ളൊരു മരം വീഴുകയും അതൊരു പാറക്കല്ലിൽ തട്ടി ഉരുണ്ടുപോയി ഒരു വലിയ മഞ്ഞുകട്ടയിൽ തട്ടുകയും ഈ മഞ്ഞുകട്ട ഉരുണ്ടുപോയി അവിടെ ഒരു താഴ്വര രൂപപ്പെടുകയുമാണ്. ഈ താഴ്വരയ്ക്ക് സിഡ് ഗ്രാൻഡ് കാനിയോൺ എന്ന് പേരിടുന്നുണ്ട്. അങ്ങനെ 20,000 വർഷങ്ങൾക്ക് ശേഷം ഒരു ബീവർ അച്ഛനും മകനും ഈ താഴ്വരയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മകൻ അച്ഛനോട് ഈ താഴ്വര നിർമ്മിച്ചതാരാണെന്ന് ചോദിക്കുന്നു. പ്രകൃതി അല്ലെങ്കിൽ അനന്തമായ ജ്ഞാനമുള്ളൊരു വ്യക്തി എന്ന് പിതാവ് മറുപടി പറയുന്നുണ്ട്. ഇതോടെ സിനിമ അവസാനിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഷോർട്ട് ഫിലിം തന്നെയാണിത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിനിമ. ഇത്തരത്തിൽ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും ബൈ.